മാറി വന്ന അമെന്റ്മെന്റുകളെ അതുപോലെ തന്നെ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പരീക്ഷയിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ മെയിൻസിലടക്കം ചോദിച്ചു കേട്ടോ. പ്രിലിംസിൽ 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത അനുച്ഛേദം. നമുക്കറിയാം 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്, 128ാമത്തെ ബില്ലാണ് എന്ന് നമ്മൾ പഠിച്ചു. 128ാമത്തെ ബില്ലാണ് എന്ന് പഠിച്ചു കേട്ടോ. യെസ്, 128ാമത്തെ ബില്ല്, 106ാമത്തെ ഭേദഗതി. യെസ്, മാറിപ്പോകരുത്. 3 അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർത്തത്. 330A ലോക്സഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുക. 332A സംസ്ഥാന നിയമസഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുക. പഠിച്ചു വെക്കണേ, അടിവരയിട്ട് പറയുന്നു. സുപ്രധാന നിയമങ്ങളിലും കറണ്ട് അഫയേഴ്സിലും ഒക്കെ ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പൊ 128ാമത് ബില്ല്, 106ാമത്തെ ഭേദഗതി, അതിൽ 3 അനുച്ഛേദമാണ് കൂട്ടിച്ചേർത്തത്. 330A ലോക്സഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുന്നു. 332A സംസ്ഥാന നിയമസഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുന്നു. ഇനി 334A ഈ നിയമത്തിന്റെ കാലാവധി നിലവിൽ വന്ന് 15 വർഷത്തേക്കാണ് ഈ സംഭവം എന്ന് വിളിച്ചു പറയുന്നതാണ് ഈ പറയുന്ന 334A എന്നും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, ഓക്കെ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പോ എന്താണ് 3 അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർത്തത്. 330A ലോക്സഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുന്നു. 332A സംസ്ഥാന നിയമസഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുന്നു. ഇനി 334A നിയമത്തിന്റെ കാലാവധി ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന സെൻസസിന് ശേഷം പിന്നെ നിലവിൽ വരുന്ന 15 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി എന്നുള്ളതാണ് നിയമം കേട്ടോ. 334A അതേക്കുറിച്ച് പറയുന്നത്. ഇനി 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്തിയ അനുച്ഛേദം 3 കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഒരെണ്ണമാണ് ഭേദഗതി വരുത്തിയത് കേട്ടോ. അതൊക്കെ പോയിന്റുകളാണ്. എത്ര കൂട്ടിച്ചേർത്തു? 4. ഓപ്ഷനിൽ 4 ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവോ? ഇല്ല. 3 കൂട്ടിച്ചേർത്തത്, ഒരെണ്ണാണ് ഭേദഗതി വരുത്തിയത്. അതേതാണ്? 239AA(2) കേട്ടോ. പിന്നെ ബ്രാക്കറ്റിൽ BAയും ഡൽഹി നിയമസഭയിലെ വനിതാ സംവരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടി എന്ത് ചെയ്തു? അതിലേക്ക് കൂട്ടിച്ചേർത്തു. അപ്പൊ ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 239AA(2)AA(2BA) എന്നുള്ളത് ഡൽഹി നിയമസഭയിൽ വനിതാ സംവരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് പുതുതായി കൂട്ടിച്ചേർത്തതാണ്. സംവരണം 15 വർഷത്തേക്ക് തുടരുമെന്നും സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ SC/ST വിഭാഗങ്ങൾക്ക് ക്വാട്ട ഉണ്ടായിരിക്കണമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡിലിമിറ്റേഷന് ശേഷം സംവരണം പ്രാബല്യത്തിൽ വരും കേട്ടോ. സെൻസസിന് ശേഷം ഈ പറയുന്ന മണ്ഡല പുനർനിർണയമാണ് ഡിലിമിറ്റേഷൻ. അതിനൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അതിനുശേഷമാണ് ഇത് നിലവിൽ വരിക. യെസ്, 15 വർഷത്തേക്ക് തുടരും. SC/ST ക്വാട്ട ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റ് ആണ്. ഇവിടെ 330A 332A 334A പഠിച്ചാൽ മതി. 30, 32, 34A ലോക്സഭ നിയമസഭ 15 കൊല്ലം. പിന്നെ ഭേദഗതി വരുത്തിയത് 239AA(2)BA എന്നും നോട്ട് ചെയ്ത് വെക്കാം. സെറ്റ്, പക്ക ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നാരി ശക്തി ബന്ധൻ അധിനിയം പഠിക്കാതെ ആരും LDCക്കോ LPUPക്കോ CPOക്കോ LGSനോ ഒന്നും പോകരുത്. ഓക്കെ, യെസ്. കൂട്ടിച്ചേർക്കലും ഭേദഗതി ഒന്നാണെന്നോ? കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദഗതിയാണോ? മലയാളത്തിലാണോ? ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിനെ മാറ്റം വരുത്തുക എന്നുള്ളതാണ് കേട്ടോ. യെസ്, കൂട്ടിച്ചേർക്കുക പറഞ്ഞാൽ ഇല്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ കേട്ടോ. യെസ്, അപ്പൊ 3 കൂട്ടിച്ചേർത്തത്. ഭേദഗതി എന്നുള്ളത് ഉള്ളതിനെ മാറ്റം വരുത്തുകയാണ്. അത് ഒന്നേ ഉള്ളൂ കേട്ടോ. ഇനി യെസ്, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ കൃത്യമായിട്ട് പഠിച്ച് വെക്കണം എന്നുള്ളതിലെ ഒരു സംശയവും അരുത് കേട്ടോ. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ കൂട്ടിച്ചേർത്ത നിയമങ്ങളൊക്കെ നമ്മളെ പഠിച്ചു, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ലോകായുക്ത ഭേദഗതി നിയമം. ഓക്കെ, ലോകായുക്ത ഭേദഗതി നിയമമാണ് അടുത്ത ഇതിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ.
ജനപ്രതിനിധികളും പൊതു സ്ഥാപനങ്ങളുടെ മേധാവിമാരും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അഴിമതി നടത്തുന്നതിന് തടയാനുള്ള നിയമ സംവിധാനമാണ് ലോകായുക്ത എന്നുള്ളത് ലോകായുക്തയുടെ ഒരു കോമൺ ഡെഫിനിഷനാണ് അല്ലെ. ജനപ്രതിനിധികളും പൊതു സ്ഥാപനങ്ങളും മേധാവിമാരും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അഴിമതി നടത്തുന്നത് തടയാനുള്ള നിയമ സംവിധാനമാണ് ലോകായുക്ത അല്ലെ. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് ലോകായുക്ത ഭേദഗതി നിയമത്തിൽ വരുന്നത്. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ അത് വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലാണ് ഈ പറയുന്ന ലോകായുക്ത ഭേദഗതി നിയമം എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ എന്താണ് ലോകായുക്ത എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജനപ്രതിനിധികളും പൊതു സ്ഥാപനങ്ങളിലെ മേധാവിമാരും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അഴിമതി നടത്തുന്നതിനുള്ള അത് തടയാനുള്ള നിയമ സംവിധാനമാണ് ലോകായുക്ത. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതായിരുന്നു ഈ ബില്ല് എന്ന പോയിന്റും എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു വെക്കാം. ഓക്കെ, ഇനി പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കാനുള്ള ലോകായുക്തയുടെ വിധി സംസ്ഥാന സർക്കാരിനെ തള്ളാനും കൊള്ളാനുമുള്ള അധികാരം ഉണ്ടാവും. ഇതാണ് ബില്ലിൽ ആദ്യമായിട്ട് പറയുന്നത് കേട്ടോ. ഇതൊക്കെ പത്ര വാർത്തകളിൽ വന്ന പോയിന്റുകൾ അതേപോലെയാണ്. ഇതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ബില്ലായിരുന്നു ഈ പറയുന്ന ലോകായുക്ത ഭേദഗതി നിയമം എന്ന് പഠിച്ചു വെക്കാം. അപ്പൊ എന്തൊക്കെയാണ്? പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കാനുള്ള ലോകായുക്തയുടെ വിധി സംസ്ഥാന സർക്കാരിനെ തള്ളാനും കൊള്ളാനുമുള്ള അധികാരം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു നിയമം. അതായത് നമ്മളെ പൊതുപ്രവർത്തകരുടെ അഴിമതി നടത്തി ലോകായുക്ത അത് തെളിഞ്ഞു, ലോകായുക്ത അവരെ എന്ത് ചെയ്തു, സ്ഥാനഭ്രഷ്ടരാക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്തിൽ തീരുമാനിക്കാം അത് അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ അവരെ സ്ഥാനഭ്രഷ്ടരാക്കാനുള്ള ലോകായുക്തയുടെ വിധി സംസ്ഥാനത്തിനെ തള്ളാനും കൊള്ളാനുമുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റിൽ പറയുന്നത്. അപ്പൊ ഇത് അഴിമതി നടത്തിയാലും അവർക്ക് വീണ്ടും രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പ് ഹോൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആണ് എന്ന് പറയാം അല്ലെ. അത് സംസ്ഥാന സർക്കാരിനെ തീരുമാനിക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി ലോകായുക്തയുടെ വിധിന്മേൽ ഹിയറിംഗ് നടത്തി ഗവർണർ, മുഖ്യമന്ത്രി, സർക്കാർ എന്നിവർക്ക് തീരുമാനമെടുക്കാം. ഞാൻ ഒത്തിരി വെള്ളം എടുത്തിട്ട് വരട്ടെ, ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഈ രണ്ടാമത്തെ പോയിന്റ് കൂടി ഒന്ന് വായിച്ചു നോക്കുക. രണ്ടാമത്തെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകായുക്തയുടെ വിധിയിന്മേൽ ഹിയറിംഗ് നടത്തി ഗവർണർ, മുഖ്യമന്ത്രി, സർക്കാർ എന്നിവർക്ക് തീരുമാനം എടുക്കാം. ഒന്ന്, ലോകായുക്ത എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാല് സംസ്ഥാനത്തിന്റെ സർക്കാർ, ഒരു സംസ്ഥാനത്താണ് ലോകായുക്തയുടെ വിധി വരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അത് ഉൾക്കൊള്ളാനും ഒഴിവാക്കാനുമുള്ള അധികാരമുണ്ട്. ഇനി ലോകായുക്തയുടെ വിധിയിന്മേൽ ഹിയറിംഗ് നടത്തി ഗവർണർ, മുഖ്യമന്ത്രി, സർക്കാർ എന്നിവർക്ക് എന്ത് ചെയ്യാം, തീരുമാനം എടുക്കാം. പിന്നെ എന്തിനാണ് ലോകായുക്ത അല്ലെ. അങ്ങനെ ഒരു നിയമമാണ് ഇത് ലോകായുക്ത ഭേദഗതി നിയമം കേട്ടോ. സെക്ഷൻ 14 പ്രകാരമുള്ള ലോകായുക്തയുടെ അധികാരങ്ങളാണ് വെട്ടിക്കുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ പോയിന്റുകൾ പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകായുക്ത ഭേദഗതി നിയമത്തിൽ ഉള്ളതേതേ ഇല്ലാത്തതേതേ എന്നുള്ള രൂപത്തിൽ ചോദ്യം വന്നേക്കാം കേട്ടോ. ഈ 2 പോയിന്റുകൾ എഴുതിയെടുത്തു വിചാരിക്കുന്നു. ഇനി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്ക് പുറമെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയും ലോകായുക്തയായി നിയമിക്കാം എന്നുള്ളത് ഭേദഗതി പറയുന്നു. പോയിന്റ്സ് മനസ്സിലാവുന്നില്ലേ? അതായത് നോർമലി വിരമിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഇവർ രണ്ടുപേരായിരുന്നു ലോകായുക്ത ആവാനുള്ള അധികാരമുള്ളത് അല്ലെ, ക്വാളിഫിക്കേഷൻ. പക്ഷെ അതിന് പുറമെ ഹൈക്കോടതി ജഡ്ജി ആണെങ്കിലും ലോകായുക്തയായിട്ട് നിയമിക്കാം എന്നുള്ളതാണ് പുതിയതിനകത്ത് പറയുന്നത് കേട്ടോ. ഇനി ലോകായുക്തയിലെ ന്യായാധിപന്മാരുടെ പരമാവധി പ്രായപരിധി 70 വയസ്സായിട്ട് നിജപ്പെടുത്തി. മാക്സിമം പ്രായം എത്രയായി? 70 ആയി.
ഇനി ലോകായുക്ത അവധിയിലാവുകയോ ഒഴിവാവുകയോ ചെയ്താൽ മുതിർന്ന ഉപലോകായുക്തയ്ക്ക് ചുമതല വഹിക്കാം. ലോകായുക്ത അവധിയിലാവുകയോ ഒഴിവാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മുതിർന്ന ഉപലോകായുക്തയ്ക്ക് ചുമതല വഹിക്കാം. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ വിധി ഉണ്ടായാൽ ഗവർണർ അല്ല നിയമസഭയായിരിക്കും ഇനി മുതൽ അപ്പലേറ്റ് അതോറിറ്റി. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ വിധി ഉണ്ടായാലേ ഗവർണർ അല്ല തീരുമാനം എടുക്കാൻ, നിയമസഭയാണ്. നിയമസഭ പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെ ആയിരിക്കുമല്ലോ അല്ലെ. കൂടുതൽ ഭൂരിപക്ഷം അവിടെ നിയമസഭയായിരിക്കും, മുഖ്യമന്ത്രി ഉള്ള ആളുടെ പാർട്ടി ആയിരിക്കുമല്ലോ അല്ലെ. നിയമസഭയായിരിക്കും ഇനി മുതൽ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പോയിട്ടും ഓർത്ത് വെക്കാം. വിചിത്രമായ നിയമങ്ങളാണ് നമ്മുടെ ലോകായുക്ത ഭേദഗതി നിയമങ്ങളിൽ പറയുന്നത്. സെറ്റല്ലേ? അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഈ കൊച്ചു ഇന്ത്യയിൽ നടക്കുന്നത് അല്ലെ. ഈ കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിലാണിത്. അപ്പൊ ജനപ്രതിനിധികളും പൊതുസ്ഥാപനങ്ങളുടെ മേധാവിമാരും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അഴിമതി നടത്തുന്നതിന് തടയാനുള്ള സംവിധാനമാണ് ലോകായുക്ത. ഇതുവരെ സെക്ഷൻ 14 പ്രകാരമുള്ള അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ബില്ലായിരുന്നു ഈ പറയുന്ന ലോകായുക്ത ഭേദഗതി നിയമം. അപ്പൊ എന്തൊക്കെയാണ് മാറ്റം വരുത്തിയത്? പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാല് അവരെ സ്ഥാനഭ്രഷ്ടനാക്കാനായിരുന്നു ലോകായുക്തയ്ക്ക് ഇതുവരെ ഉള്ളായിരുന്ന അധികാരം. നല്ല രീതിയിൽ പോവായിരുന്നു. അത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തള്ളാനും കൊള്ളാനും ഉള്ള അധികാരമുണ്ട് എന്നുള്ളത് ഒന്ന്. അട്ടർ ഫ്ലോപ്പ് ലോ 1. പേഴ്സണൽ അഭിപ്രായം കേട്ടോ. എന്തിനാണ് അങ്ങനെ? പിന്നെന്തിനാ ലോകായുക്ത എന്നല്ലേ ചിന്തിക്കുക. ഇനി ലോകായുക്തയുടെ വിധിയിന്മേൽ ഹിയറിംഗ് നടത്തി ഗവർണർ, ലോകായുക്ത ഒന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സർക്കാരിനും തീരുമാനം വേറെ എടുക്കാം. ഓക്കെ. രണ്ടാമത്തെ, ഇനി വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വലിയ പവറുള്ള ആളാ, അതിന്റെ കൂട്ടത്തിലെ പവറില്ലാത്ത ഹൈക്കോടതി ജഡ്ജിയും കൂടെ എന്ത് ചെയ്യാം? വരാം. മൂന്നാമത്തെ നിയമം, ന്യായാധിപന്മാരുടെ പരമാവധി പ്രായപരിധി 70 വയസ്സായിട്ട് നിജപ്പെടുത്തി. ഇത് ആർക്കോ വേണ്ടി ഉണ്ടാക്കുന്ന പോലെ അല്ലെ. ഇനി ലോകായുക്ത അവധിയിലാവുകയോ ഒഴിവാവുകയോ ചെയ്തു കഴിഞ്ഞാൽ മുതിർന്ന ഉപലോകായുക്തയ്ക്ക് ചുമതല വഹിക്കാം. ഓക്കെ. ഇനി മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയുടെ വിധി ഉണ്ടായാൽ ഗവർണർ അല്ല നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. അപ്പൊ അതും എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളെ കഴിഞ്ഞ് അടുത്ത പോയിന്റ് കൂടി പഠിക്കണേ. മന്ത്രിമാർക്കെതിരായ വിധികളിൽ മുഖ്യമന്ത്രിയും MLA മാർക്കുമെതിരെയുള്ള വിധിയിൽ സ്പീക്കർ ആയിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിധിയിൽ ഗവർണർ അല്ല നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. 1. ഇനി മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിയല്ല മന്ത്രിമാർക്കെതിരെയുള്ള വിധിയിൽ മുഖ്യമന്ത്രിയും MLA മാരും ഒക്കെ ആയിരിക്കും, മന്ത്രിമാർക്കെതിരെയുള്ള വിധികളിൽ മുഖ്യമന്ത്രിയും MLA മാർക്കെതിരെയുള്ള വിധിയിൽ സ്പീക്കറുമായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രി, നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമല്ലോ അല്ലെ. മുഖ്യമന്ത്രിയുടെ ഇതിനകത്തെ ആരാണ്? പിന്നെ ഗവർണർ അല്ല നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി കേട്ടോ. മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിൽ നിയമസഭയായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് അപ്പലേറ്റ് അതോറിറ്റി. MLA മാർക്കെതിരെയുള്ള വിധി ആണെങ്കിൽ സ്പീക്കർ ആയിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. ഇനി ഓർഡിനൻസ് ഗവർണർ അംഗീകാരം. ഈ ഒരു ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയത് 2022 ഫെബ്രുവരി 7-നാണ്. ബില്ല് നിയമസഭ പാസാക്കിയതോ 2022 ഓഗസ്റ്റ് 30-നാണ്. ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28-നാണ്. ആ ഡേറ്റുകളും നിർബന്ധമായിട്ടും പഠിച്ച് വെക്കാം കേട്ടോ. ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയത് 2022 ഫെബ്രുവരി 7-നാണ്. ബില്ല് നിയമസഭ പാസാക്കിയത് 2022 ഫെബ്രുവരി 30-നാണ്. ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28-നാണ് എന്ന പോയിന്റും പഠിച്ച് വെക്കാം. നേരത്തെ നല്ല എളുപ്പമായിരുന്നു. 19, 20, 21, 28 എന്നെടുത്ത് പഠിക്കായിരുന്നു. ഇതേ പരസ്പര ബന്ധമില്ലാത്ത കുറച്ച് ഡേറ്റുകളാണ്. 22 ഫെബ്രുവരി 7-നാണ് ഗവർണർ അംഗീകാരം നൽകിയത്. ബില്ല് നിയമസഭ പാസാക്കിയത് 2022 ഓഗസ്റ്റ് 30-ആണ്. പ്രസിഡന്റ് അംഗീകാരം നൽകിയത് 2024 ഫെബ്രുവരി 28-ആണ് എന്ന് പോയിട്ടും ഓർത്ത് വെക്കാം. ഓക്കെ ആണോ? പ്രസിഡന്റ് ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകിയത്, അതുപോലെ തന്നെ
പ്രസിഡന്റ് അംഗീകാരം നൽകിയത് രണ്ടും ഫെബ്രുവരിയിലാണ്, 22ഉം 24ഉം അല്ലേ? യെസ്. അപ്പോ അത് അങ്ങനെ പഠിക്കുക കേട്ടോ. അപ്പൊ നല്ല നിയമമാണ് അല്ലെ ഈ പറയുന്ന പിന്നെ ലോകായുക്ത ഭേദഗതി നിയമം നല്ല നിയമമാണ് അല്ലെ? യെസ്. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് സെറ്റാക്കി നമ്മൾ പഠിച്ച് വെച്ചു. ഇപ്പൊ തന്നെ ക്ലാസ്സിൽ തന്നെ അത് സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലെ? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് നമ്മുടെ നാരീശക്തി വന്ദന അധിനിയം. യെസ്. ഒന്ന് വായിച്ചു നോക്കി രണ്ട് നിയമങ്ങൾ. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഒരു 5 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഈ ഇത്രയും പഠിച്ചതിനകത്ത് നിന്ന് ഒരു 5 ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കൂ. 5 എണ്ണം കേട്ടോ. യെസ്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതില് എല്ലാം നമ്മൾ പരമാവധി വേഗത്തിൽ തന്നെ കവർ ചെയ്ത് പഠിക്കും കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നാരീശക്തി വന്ദന അധിനിയം നിയമം പ്രാബല്യത്തിൽ വന്നാൽ ലോക്സഭയിൽ എത്ര സീറ്റിലാണ് വനിതകൾ ഉണ്ടാവുക? ഒന്നാമത്തെ ചോദ്യം. യെസ്. 181 സീറ്റ് എന്ന് കിട്ടിയ ആളുകൾക്ക് ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാം. ഈ നാരീശക്തി വന്ദന അധിനിയം വന്നു കഴിഞ്ഞാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ OBC സ്ത്രീകൾക്ക് എത്ര ശതമാനമാണ് സംവരണം ഉണ്ടാവുക? അങ്ങനെ ഒരു സംവരണമില്ല കേട്ടോ. യെസ്. സംവരണമില്ല എന്ന് വേണം നമ്മളെ പഠിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ആരാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എസ് അർജുൻ റാം മേഘ്വാൾ ആണ്. നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാൾ ആണ് എന്ന് പിടിച്ചു നോക്കാം. ഇതിൽ ഭേദഗതി ചെയ്തത് ഏത് അമെന്റ്മെന്റ് ആണ് എന്ന് ചോദിച്ചു, അനുച്ഛേദമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭേദഗതി വരുത്തിയത് ഏത് അനുച്ഛേദമാണ്? ഭേദഗതി വരുത്തിയ അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്രാമത്തെ ഭേദഗതിയാണ് എന്നാണോ ഞാൻ ചോദിച്ചേ? യെസ്. എത്രാമത്തെ ഭേദഗതിയാണെന്ന് ആണെന്ന് ഞാൻ ചോദിച്ചത്? 106ാമത്തെ ഭേദഗതിയാണ് ഞാൻ ചോദിച്ചത്. ഭേദഗതി വരുത്തിയ അനുച്ഛേദം ഏത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. അത് വേറെ ചോദ്യമാണ്. 239 എന്നുള്ളതാണ് ഭേദഗതി വരുത്തിയ അനുച്ഛേദം കേട്ടോ. യെസ്. അങ്ങനെ ഇനി ലോകായുക്ത എത്ര പ്രായമുള്ളവർക്ക് വരെ ആകാം എന്നുള്ളതാണ് നമ്മുടെ 5ാമത്തെ ചോദ്യം. എത്ര പ്രായമുള്ളവർക്ക് വരെ ആകാം ലോകായുക്ത? 70 വയസ്സ് വരെയുള്ള മുതുക്കന്മാർക്ക് വരെ ഇപ്പൊ ലോകായുക്തയാകാം എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോക്കിട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. യെസ്. അപ്പോ 2 നിയമങ്ങളാണ്, സുപ്രധാന നിയമങ്ങളാണ് പഠിച്ചത്. 3ാമത്തെ നിയമമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, പൗരത്വ ഭേദഗതി നിയമം. യെസ്. അതിലൊരു വാർത്ത ഈയിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടിയും ഒന്ന് നോക്കാം കേട്ടോ. പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്, അതിനുള്ള ചട്ടവിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11. മുൻകാല പ്രാബല്യത്തോടെയാണ് നിയമം നിലവിൽ വന്നത്. 2020 ജനുവരി 10, 2010. അപ്പൊ പൗരത്വ ഭേദഗതി നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11. നിലവിൽ വന്നത് 2020 ജനുവരി 10 എന്ന് പഠിച്ചു നോക്കാം. എന്താണെന്നറിയാലോ അല്ലെ? എസ്. അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ് എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് 2014 ഡിസംബർ 31 മുമ്പ് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാസി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്ന
അനുവദിക്കുന്ന നിയമമാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം കേട്ടോ. അതായത് രാജ്യങ്ങൾ പഠിക്കണേ: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്ത എല്ലാവർക്കും പൗരത്വം കൊടുക്കുന്നില്ല. ഏത്? യെസ്, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് 2014 ഡിസംബർ 31 മുന്നേ കേട്ടോ, ഡിസംബർ 31 അതിന് മുന്നെയോ 31 കേട്ടോ, ഡിസംബർ 31 കൂടെ വരും. ഡിസംബർ 31 അതിനു മുമ്പോ കുടിയേറിയ ഹിന്ദു, സിഖ് ഈ മതവിഭാഗങ്ങളും ഒന്ന് പഠിച്ചു വെക്കാം. ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാസി, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്നതാണ് ഈ നിയമ ഭേദഗതിയിൽ വരുന്നത്. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവർക്കാണ് എന്ന് 2014 ഡിസംബർ 31 മുന്നേ ഡേറ്റ് ഓർത്തു വെക്കുക. ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാസി, ക്രിസ്ത്യൻ എന്നീ വിഭാഗങ്ങൾക്കുള്ളവർക്ക് മാത്രം പൗരത്വം കൊടുക്കുന്ന നിയമമാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം എന്ന് പഠിച്ചു. അപ്പൊ ഇത് നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുള്ള ചട്ടം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് 2024 മാർച്ച് 11 എന്ന് പഠിച്ചു വെക്കാം. ഇത് മുൻകാല പ്രാബല്യത്തോടെയാണ് നിലവിൽ വന്നത്. 2020 ഡേറ്റ് എന്നും ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, ഓക്കെ. ഇനി പൗരത്വ നിയമ ഭേദഗതി ഹെൽപ്പ് ലൈൻ നമ്പർ 1032 പഠിച്ചു വെക്കണേ. പൗരത്വ നിയമ ഭേദഗതി അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1032 1032 എന്ന് പഠിച്ചു. പൗരത്വ ഭേദഗതി ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1032. പൗരത്വ ഭേദഗതി നിന്ന് നടപ്പിലാക്കാനായിട്ട് അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനമാണ്? എന്നാ പിന്നെ പുറത്താക്കാം, ബാക്കിയുള്ളവരെ പുറത്താക്കാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പട്ടിക തയ്യാറാക്കിയത് ഉത്തർപ്രദേശ് എന്ന് പഠിച്ചു. അപ്പൊ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനായിട്ട് അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. അതേക്കുറിച്ച് അറിയാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 1032. എന്തിനു മുന്നെയാണ്? 2014 ഡിസംബർ 31 അതിനു മുന്നെയോ കേട്ടോ. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ഏതൊക്കെ ഹിന്ദു ഏതൊക്കെ വിഭാഗക്കാർക്കാണ് പൗരത്വം കൊടുക്കുന്നത്? ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാസി, ക്രിസ്ത്യൻ. നല്ല കാര്യല്ലേ അല്ലേ? യെസ്, കുറെ ആളുകൾക്ക് പൗരത്വം കൊടുക്കുകയല്ലേ എന്ന് ചിന്തിക്കുമ്പോ യെസ്, മറുവിഭാഗം പറയും എന്താണ്, ചില വിഭാഗക്കാരെ ഒഴിവാക്കാനാണ്. അതാണ് അതിലെ രാഷ്ട്രീയം. അതിലേക്ക് നമ്മൾ പോകില്ല. അപ്പൊ ഈ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം? പഠിച്ച് വെക്കാം. സെറ്റ്? യെസ്. അപ്പൊ അതങ്ങനെ. ഇനി പൗരത്വ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത് ഡിസംബർ 10 2019. നാളത്തേക്ക് കുറെ ഡേറ്റുകൾ പഠിക്കാനുണ്ട്. 2019 ഡിസംബർ 10 എന്ന് പഠിച്ചു വെക്കാം. പൗരത്വ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത്. രാജ്യസഭ പാസ്സാക്കിയതോ തൊട്ടടുത്ത ദിവസം തന്നെ 11 ഡിസംബർ 19. ഇനി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു 2019 ഒപ്പുവെച്ചു. പിറ്റത്തെ ദിവസം തന്നെ 12 ഡിസംബർ 2019. 10, 11, 12 2019. ഓക്കെ. യെസ്, ആദ്യം വന്നത് ലോക്സഭയില്, പിന്നെ രാജ്യസഭയില്, പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചു. പഠിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ? യെസ്, ഓക്കെ. ഇതില് ലോക്സഭ പാസ്സാക്കിയത് 9 എന്നും കാണുന്നുണ്ട്. യെസ്, പക്ഷെ പത്രത്തില് അത് 10-ാം തീയതിയാണുള്ളത്. ചെറിയൊരു കൺഫ്യൂഷൻ. 9 എന്നും കാണുന്നുണ്ട്, 10 എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ എന്റെ പത്രത്തിലെ വാർത്തയിൽ 10-ാം തീയതി ആയിരുന്നു. യെസ്, 10, 11, 12 എന്നുള്ളതാണ്. ഇത് 9 ആണോ ചെറിയൊരു കൺഫ്യൂഷൻ. അത് ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 10, ഇപ്പൊ ഞാൻ പറയുന്നത് 10, 11, 12 എന്നുള്ള രൂപത്തിൽ തന്നെയാണ് കേട്ടോ. ബില്ല് പാർലമെന്റിൽ ഇരുസഭയിലും അവതരിപ്പിച്ചത് ആരാണ്? യെസ്, നമ്മുടെ വനിതാ സംവരണ ബില്ല് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാൾ നിയമമന്ത്രിയാണെങ്കിൽ ഇത് കുറച്ച് കഠിനമായതുകൊണ്ട് ബില്ല് പാർലമെന്റിലെ ഇരുസഭയിലും അവതരിപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കേട്ടോ. യെസ്, അമിത്ഷായാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചെന്ന് പഠിച്ചു. ഇനി
പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിയമം പാസ്സാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനം. ഇതിനെതിരെ നിയമം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണെന്ന് നമ്മളെ പലയിടത്തായിട്ട് പഠിച്ചിട്ടുണ്ട്. ആദ്യ സംസ്ഥാനം, ഇതിനെതിരെ നിയമം പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ് കേട്ടോ. ഇനി ഇതിനെ അംഗീകരിച്ചുകൊണ്ടേ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ആണ് എന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിലെ ഡേറ്റുകൾ പഠിച്ചു വെക്കാം. ഇതിലെ ഡേറ്റുകളെ എന്തായാലും പഠിച്ചു വെക്കണേ. യെസ്, ലോക്സഭയിൽ പാസ്സാക്കിയത് 10-ാം തീയതി, രാജ്യസഭയിൽ പാസ്സാക്കി 11-ാം തീയതി, രാഷ്ട്രപതി ഒപ്പുവെച്ചത് 12-ാം തീയതി. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ എളുപ്പം അല്ലെ. യെസ്, എന്ന് വിചാരിച്ചാൽ പഠിക്കണമെന്നില്ല. 9 എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി 2 മെറ്റീരിയലുകളിൽ 2 ഡേറ്റ് കാണുന്നുണ്ട്. 10 ആണ് പത്രത്തിൽ വന്നത് കേട്ടോ. പത്രത്തിൽ 10 ആണ് ഉള്ളത്. ഇനി ബില്ല് പാർലമെന്റിന്റെ ഇരുസഭയിലും അവതരിപ്പിച്ചതാരാണ്? അമിത്ഷാജി ആണ് എന്ന് പഠിച്ചു വെക്കാം. യെസ്, ഇതിനെതിരെ നിയമം പാസ്സാക്കിയ, ബില്ല് പാസ്സാക്കിയ, പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത്തെ പഞ്ചാബ്. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കാം, പഠിച്ച് വെക്കാം. ഓക്കെ, ഓക്കെ ആണോ? സെറ്റാണോ? യെസ്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നാരി ശക്തി വന്ദൻ അധിനിയം നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരി ശക്തി വന്ദൻ അധിനിയം പാർലമെന്റിൽ അവതരിപ്പിച്ചത് എസ് അർജുൻ റാം മേഘ്വാൾ ആണ്. എന്നാണ് അവതരിപ്പിച്ചത്? 2023 സെപ്റ്റംബർ 19 എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ച് വെക്കാം കേട്ടോ. യെസ്, അവിടെ ലോക്സഭ പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 20 രാജ്യസഭ സെപ്റ്റംബർ 21 രാഷ്ട്രപതി ഒപ്പുവെച്ചത് സെപ്റ്റംബർ 28 പഠിച്ചു വെക്കാം. 128ാമത് ബില്ലാണ്, 106ാമത്തെ ഭേദഗതിയാണ്. 3 അനുച്ഛേദം കൂട്ടിച്ചേർത്ത് 1 ഭേദഗതി ചെയ്തു എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു അല്ലെ. ഏത് സെക്ഷൻ പ്രകാരമാണ് ലോകായുക്ത ഭേദഗതി ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകായുക്തയുടെ അധികാരപരിധി വെട്ടിക്കുറച്ചത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 14 പ്രകാരമാണെന്ന് പഠിച്ചു നോക്കാം അല്ലെ. ലോകായുക്തയാകാനുള്ള പ്രായപരിധി ഇപ്പൊ എത്രയാക്കി? 70 ആക്കി കേട്ടോ. മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഗവർണർ ആയിരുന്നു. ഇപ്പൊ ആരാണ്? ഇപ്പോ നിയമസഭയാണ് അല്ലെ. എസ്, ഇനി മന്ത്രിമാരുടെ തീർപ്പ് കൽപ്പിക്കുന്ന അപ്പലേറ്റ് കമ്മിറ്റി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പലേറ്റ് എന്തായിരുന്നു? അപ്പലേറ്റ് അതോറിറ്റി കേട്ടോ. അപ്പലേറ്റ് അതോറിറ്റി മന്ത്രിമാർക്കെതിരെയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് അപ്പലേറ്റ് അതോറിറ്റി. MLA മാർക്കെതിരെയാണെങ്കിലോ സ്പീക്കർ ആയിരിക്കും അപ്പലേറ്റ് അതോറിറ്റി. ഇനി അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും പഠിച്ചു. അപ്പോ 3 സുപ്രധാന നിയമങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.